പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. EPS ലേക്ക് ഷോർ പ്രസൻസ് SK-N40 തുടരുകയാണ്. നമ്മളിപ്പോൾ ഈ വാഴക്കുളം മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഈ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിലെ മാർക്കറ്റാണിത്. അപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിന്റെ ചില പ്രദേശത്തൊക്കെ തന്നെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ എറണാകുളം ജില്ലയിലെ അല്ലേ എക്സൈസുകാർ ശ്രദ്ധിക്കട്ടെ. കാരണം എവിടുന്ന് വന്ന തൊഴിലാളികളായാലും നമ്മൾ MDMA ഒന്നും ഉപയോഗിക്കാൻ അനുവദിക്കാൻ പാടില്ല. കാരണം നമ്മുടെ നാട്ടിനെ നശിപ്പിക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. അതുകൊണ്ട് ആരാണെന്ന് നോക്കണ്ട, എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി അല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ പഞ്ചായത്ത് മെമ്പർക്കാർക്ക് അറിയാം. മെമ്പറെ, ഇവിടെ പഞ്ചായത്തിന്റെ മുമ്പാണ് ഇത്, ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ എക്സൈസുകാർ പല തവണയും നമ്മുടെ ഇവിടെ ഈ കെട്ടിടങ്ങളിൽ വന്ന് അവർ പിടിച്ചിട്ടുണ്ട്. അത് കൂടെ ഉണ്ട് ബംഗാളികളാണ് ആ കുട്ടികളെ. അതെ അതെ, മിഠായികള്, ഹാൻസ്, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മയക്കമരുന്ന് കാര്യം അതിശക്തമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഉറപ്പ് തന്നിട്ടുണ്ട്. എക്സൈസിനെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ സമ്മതിക്കില്ല. പിന്നെ തീർച്ചയായും കുട്ടികളൊക്കെ അതെ അനുവദിക്കാൻ പാടില്ല. തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മൾ കാണിച്ച ഈ കെട്ടിടത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എക്സൈസ് ഇടപെടട്ടെ. തീർച്ചയായും ഞങ്ങൾ ഒരു അറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് ശക്തമായിട്ട് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇത് UDF. അപ്പൊ പ്രതിപക്ഷം സഹകരിക്കത്തില്ലേ? തീർച്ചയായും. അപ്പൊ UDF LDF ഒറ്റക്കെട്ടാവണം. നമ്മുടെ കുട്ടികളാണ്. പിന്നെ നമ്മുടെ കുട്ടികളാണ്. അത് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായി. മെമ്പർക്ക് പേടിയുണ്ടോ? ഒരു പേടിയില്ല. നമ്മളത് സിഗരറ്റ് വരെ വലിക്കാറില്ല നമ്മള്. അങ്ങനെയൊക്കെ ഒരു മെമ്പർ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വലിയ. ഓക്കെ, അപ്പൊ താങ്കൾക്ക് എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച്? വാഴക്കുളത്തെ സംബന്ധിച്ച് ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ, പൈനാപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നതും അതുപോലെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികൾ ഈ പണിയൊക്കെ ചെയ്യാൻ തയ്യാറാണോ? നമ്മുടെ ഇവിടെയുള്ള തൊഴിലാളികൾ കൊണ്ട് ചെയ്തെത്തിക്കാൻ പറ്റാത്ത ഇവിടെ ഉള്ളതുകൊണ്ടാണ് അന്യസംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കയ്യിൽ മയക്കുമരുന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു ഇടപെടൽ എക്സൈസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട് നമ്മളിപ്പോ ഡ്രഗ്സിനോട് നോ പറയുന്ന ഒരു ഈ പ്രോഗ്രാമിന്റെ ഈ നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികൾ, അവരെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ജോലിയെടുക്കാൻ, പണിയെടുക്കാൻ നമ്മുടെ ആൾക്കാരെ മതി. അപ്പൊ അവരെ നേരെയാക്കാൻ നിങ്ങൾ എന്താ ശ്രമിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ അസമയത്തും അല്ലെങ്കിൽ ഈ വാഴക്കുളം ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ വരുന്നത് നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അന്യസംസ്ഥാനക്കാരെ നമ്മൾ പോലീസിന്റെ മുൻപിൽ വളരെ കൃത്യമായിട്ട് അറിയിക്കും, എക്സൈസിന്റെ മുമ്പിൽ അറിയിക്കും. അതിനുവേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ തന്നെ ഇവിടെ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം രാസലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് സമയത്ത് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എക്സൈസിനെ അറിയിക്കാറുണ്ട്. പല പ്രാവശ്യം ഇവിടെ റെയ്ഡ് നടന്നിട്ടുണ്ട്. ചെറിയ തോതിൽ ഈ ചെറിയ മയക്കുമരുന്നുകളൊക്കെ ഇവിടെ നിന്ന് പിടിക്കപ്പെട്ടിട്ടുമുണ്ട്, കേസെടുത്തിട്ടുമുണ്ട്. അപ്പോൾ തൊഴിലാളികളുള്ളപ്പോൾ തീർച്ചയായിട്ടും ഇതുണ്ടാവും. എന്തൊക്കെയാ വിശേഷങ്ങളെ? നല്ല വിശേഷം. ഇവിടെ ലഹരിയൊക്കെ പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന യാത്ര, അതിനെക്കുറിച്ച് വല്ല അറിഞ്ഞോ? ചേച്ചിയുടെ പേരെന്താ? സോഫി. നിജ നെൽസമ്മ. എങ്ങോട്ട് പോകുന്നു ഇപ്പോ? കമ്പനി പോണ. ഏത് കമ്പനി? നന്നായി. അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ടല്ലോ, നല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ? എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്നറിയോ, ഇവിടെ തൊഴിലാളികളും ഹാപ്പിയാ, ഇവരെ പോലെ മുതലാളിവരും ഹാപ്പിയാ, എല്ലാവരും ഹാപ്പിയാ. അപ്പൊ ധൈര്യമായിട്ട് പൊക്കോളൂ. ഈ ലഹരി എങ്ങാനും കണ്ട അപ്പൊ തന്നെ എക്സൈസിനെ വിളിച്ചു പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. വീട്ടിലായാലും പുറത്തായാലും ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയാലും വളരെ സന്തോഷം. നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ, നേരിട്ട് ഇറങ്ങിയതാ. അപ്പൊ നിങ്ങള് അമ്മമാരാണ് ചൂലെടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആരായാലും വെച്ച് പെരുക്കിക്കോണം കേട്ടോ. ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല, കാര്യം അത്രയും കൂടുതലായി കഴിഞ്ഞു. അറിഞ്ഞുണ്ടല്ലോ എക്സൈസുകാർ പിടിക്കുന്നത് അല്ലേ? അത്ര കൂടുതൽ അറിഞ്ഞില്ല. ചേട്ടാ അറിഞ്ഞില്ലേ? സാറിന്റെ വീട് എവിടെയാ? എപ്പോഴും വാർത്തയിൽ എപ്പോഴും കാണും. എന്റെ വീട് കൊട്ടാരക്കരയാ ചേട്ടാ, പക്ഷെ ഞാൻ കൊച്ചി താമസിക്കുക. വാർത്തയെ കാണും. സന്തോഷം. അപ്പൊ ചേട്ടനോ? ലഹരി പദാർത്ഥങ്ങൾക്ക് എതിരായിട്ട് സ്ഥാപനം ചെയ്യണം. ലഹരിയിൽ നിന്ന് പ്രത്യേകിച്ച് രാസലഹരി. അത് തന്നെ. ഇത്തരം ബോധവൽക്കരണം വളരെ നല്ലതാണ്. പേര് മനോജ്. ഇവിടെ ഷോപ്പുണ്ട്, സ്റ്റാൻഡിൽ തന്നെ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. നന്നായി പോകുന്നുണ്ടല്ലോ? നന്നായിട്ട് പോകുന്നുണ്ട്. ഉന്മേഷേ, നമുക്ക് ഇവിടെ ഒരു കട സ്റ്റാർട്ട് ചെയ്താലോ? ഉന്മേഷിന്റെ വീട് ഇവിടെ ആയിട്ട് ഞാൻ പറഞ്ഞത്.